നമ്മളൊരു സാംസങ് ടി വിയുടെ പാനൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമറുടെ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെയാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ബാക്ക് വശം, അതായത് നമ്മൾ കാണുന്നതിൻ്റെ പുറകു വശമാണ് പൊട്ടിയിരിക്കുന്നത്. എന്തോ ഒന്ന് അടിച്ചതാണ്. അങ്ങനെ നമുക്ക് പുറം വശത്ത് കാഴ്ച ചെയ്താട്ടെ, ഇത് ഈ വശം നമ്മൾ ഈ കാണുന്ന വശം ഇതാണ്, സിനിമ കാണുന്ന വശം ഇതാണ്. അവിടെ ഒന്നും അറിയാൻ പറ്റില്ല, ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ. ഓണായാൽ മാത്രമേ ഡിസ്പ്ലേ ചിന്നിച്ചെറിയ പോലെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബോയി പാനലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒറിജിനൽ പാനലിൽ വന്നേക്കുന്നത്, അതിൽ കിടന്ന പാനലിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രിപ്പാണ് വന്നേക്കുന്നത്. വിത്ത് ടീക്കോൺ ആയിട്ടുള്ള പാനലാണ് വന്നിരിക്കുന്നത്. നമ്മളതുകൊണ്ട് ബോയി പാനൽ ഇടുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ ടീക്കോണും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടി വി ഓണാക്കിയപ്പോൾ നേരെ തലകുത്തിനെയാണ് കാണുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫാക്ടറി മോഡിൽ കയറിയിട്ട് ഫ്ലിപ്പ് മോഡ് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലകുത്തനെ കാണുന്നത് നേരെ ആയിക്കോളും. നമ്മൾ ഫ്ലിപ്പ് മോഡ് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാലക്കാടുള്ള. അതിൻ്റെ ലിങ്കും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക. ഒരു വാഷിംഗ് മെഷീൻ റെഡിയാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ പാനൽ റിപ്പയർ ചെയ്യാനും അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ആ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ടി വി ഓൺ ആയിട്ടുണ്ട്. പിക്ചറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇൻപുട്ട് കൊടുത്ത് സിനിമ കണ്ടാൽ മതി.